നമസ്കാരം, ബിനീഷ് തോട്ടപ്പള്ളിയാണ്. അപ്പം ഞാനിപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിലെ കുമാരപുരം പഞ്ചായത്തിലാണ്. കുമാരപുരം പഞ്ചായത്തിൽ ഏകദേശം 150 വർഷത്തോളം പഴക്കമുള്ള ഒരു കുളം, ഒരു കാവും കുളവും കൂടെ വൃത്തിയാക്കണമെന്നും പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ഞാൻ ഇപ്പോൾ കുമാരപുരം പഞ്ചായത്തിലാണ്. അപ്പോൾ ഏകദേശം 150 വർഷം പഴക്കമുള്ള കുളമെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് എന്താ പറയുക, കഥകൾ കാണും ആ ഒരു കുളത്തിനെക്കുറിച്ച് പറയാൻ. അപ്പോൾ എന്തായാലും ഇത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. കാവും കുളങ്ങളും സംരക്ഷിക്കണമെന്നും പറഞ്ഞൊരു പദ്ധതി തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ കുമാരപുരം പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികളാരും ഒരുപക്ഷെ ഈ ഒരു കുളത്തെക്കുറിച്ച്, ഈ ഒരു കാവിനെയും ഈ ഒരു കുളത്തെയും കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇതിപ്പോൾ ഞങ്ങൾ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരുപാട്, ഇത് മൊത്തം ചൂരലാണ് ഈ കാണുന്നത്. ബാക്കിൽ കാണുന്ന മൊത്തം ചൂരലാണ്ടോ. ഇതെല്ലാം വെട്ടി ഇത് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെട്ടി ഈ കുളത്തിലിട്ടേക്കുമായിരുന്നു. ഇത് കുളമാണ്, അതിലിട്ടേക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്താണ് രജീഷാണ്. അതായത് നമ്മുടെ കല്ലുകെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾക്കൊക്കെ നമുക്ക് വേണ്ടി JCBയുടെ ചെറിയ ചെറിയ പരിപാടി വർക്കുകൾ വരുവാണെങ്കിൽ രജീഷാണ് ചെയ്യുന്നത്. അപ്പോൾ രജീഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കണക്ക് ഇതൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കുമാരപുരം പഞ്ചായത്തിൽ, ഹരിപ്പാട് മണ്ഡലത്തിലെ കുമാരപുരം പഞ്ചായത്തിൽ വന്നത്. 15-ാം വാർഡല്ലേ ചെയ്ത്? 15-ാം വാർഡാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാവും കുളവും സംരക്ഷിക്കേണ്ട പദ്ധതി ഉള്ളതുകൊണ്ട് ഇത് വൃത്തിയാക്കി എടുക്കേണ്ട കടമ നമ്മുടെ സർക്കാരിനാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മനസ്സിലായില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ മനോജ് വന്ന് ഇത് വേണോ, ഇത് കണ്ടല്ലോ വേണോണ്ണ. അപ്പം ഇതിപ്പം ഇത്രയും നേരം കൊണ്ട് രാവിലെ ഏകദേശം ഒരു 8 മണിയായപ്പോൾ തുടങ്ങിയ പണിയാണ് ഞങ്ങൾ. ഇതുണ്ട്, ഇത് വലിയൊരു കുളമുണ്ട്. ഒരു ഏകദേശം ഒരു എത്ര കാണുള്ളൂ, ഏകദേശം ഒരു 10-30 മീറ്ററോളം ഡെപ്ത് ഇത് കാണത്തില്ലേ, ചുറ്റളവ് കാണും. അതിന് തക്ക താഴ്ചയുള്ളൊരു വലിയൊരു കുളവുണ്ട്. അതിന് അനുബന്ധമായിട്ട് മൊത്തം ഇതുണ്ട്. ഇതെല്ലാം ചൂരലാണ്, കാവ്. അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ജീവിക്കാൻ അറിയാമല്ലോ, നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവിടെ തൊട്ടടുത്ത് ഒരു കുരിയാല പോലെ, അതായത് നമ്മുടെ ഹിന്ദുമത ആചാരപ്രകാരം പറഞ്ഞ കുരിയാല അല്ലേ. അപ്പോൾ അവിടെ വിളക്ക് വെച്ച് അവർ ഇതിനെ വിളക്ക് കത്തിക്കാറുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത് നിലവിലിവിടെ ചുറ്റുമതിലുകളുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഈ വീടിൻ്റെ ഈ കുളത്തിൻ്റെ തൊട്ട് അയൽപ്പക്കത്തുള്ളതാണ്, രജീഷിൻ്റെ അമ്മയാണിത്. അപ്പോൾ കണ്ട ഇത്രയും വിസ്താരമുള്ളൊരു വലിയൊരു കുളമാണ്. അപ്പോൾ ഇത് കാണാതെ പോകരുത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട നടപടി എന്ന് പറഞ്ഞാൽ ഇത് കല്ല് കെട്ടി ഇത് സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. നല്ല വൃത്തിയുള്ള കുറേ വർഷങ്ങളിൽ വരെ ആൾക്കാർ കുടിക്കാൻ വരെ ഇല്ലേ ചേച്ചി? ആണോ? ഇല്ലായിരുന്നു. പിന്നെ എന്തിനു ഉപയോഗിക്കുമായിരുന്നു? പ്രായമുള്ള കിളവികളെ വന്ന് കുളിക്കും, എല്ലാവരും കുളിക്കുമായിരുന്നു. അങ്ങനെ ആരുമില്ല, എന്നെ കൊണ്ടിരുന്നതിനൊക്കെ മുമ്പ് ഒന്നും കുളിക്കത്തില്ല. ദൈവം വൃത്തിയാക്കി കിട്ടിയാൽ മതിയായിരുന്നു. ഭഗവാനെ, ദൈവങ്ങളെ അല്ലേ, ആരുടെയെങ്കിലും ആട്ടെ. അപ്പോൾ ഇത് സംരക്ഷിച്ച് സർക്കാരിൽ ഇപ്പോൾ ഒരു പദ്ധതി ഉണ്ട്, അതായത് കാവും കുളങ്ങളും സംരക്ഷിക്കണം. അങ്ങനെ ഒരു പദ്ധതി നിലവിലുണ്ട്. വലിയ ഉപകാരമാണ്. ആണോ? അപ്പം നമ്മുടെ കാശുണ്ടായിട്ടാണോ ഇതുങ്ങൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങ് ചെയ്യിക്കുക. കാശുണ്ടായിട്ടൊന്നും അല്ല, പിന്നെ നല്ല രീതിയിൽ കെട്ടാൻ ഞങ്ങളുടെ കാശില്ല. അപ്പോൾ എന്തായാലും വെക്കുന്ന പോലെ 4 വശം ഒന്ന് കോരി വെക്കാം, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ബഹുമാനപ്പെട്ട MLA ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും നടപടി എടുക്കണം. കാര്യം കണ്ടത് ഇതുണ്ട്, ഇത് തൊഴിലുറപ്പുകാർ ഇപ്പോൾ ഇവിടെ കുറേ പേര് തൊഴിലുറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ച്, ഇത് തൊഴിലുറപ്പുകാർ നിങ്ങൾ ചെയ്യേണ്ട വർക്കല്ല ഇത്, ഞങ്ങളിത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇതിൽ ഇറങ്ങത്തില്ലെന്നാണ് പറഞ്ഞത്. അവർക്ക് വയ്യെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളിപ്പോൾ ഞാനും വേണുവണ്ണനുണ്ട്, മനോജുണ്ട്, ഞാൻ തോട്ടപ്പള്ളിയിൽ നിന്ന്, കരുവാറ്റയിൽ നിന്ന് വന്ന വേണുവണ്ണൻ, വിയ്യോരത്തു നിന്ന് വന്ന മനോജ്. അപ്പം നമ്മുടെ സുഹൃത്തെന്ന നിലയിൽ നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് വന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ കാര്യം, നമ്മുടെ നാട്ടിലെ ഇത്രയും പഴക്കമുള്ള 150 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു കാവും അതിന് മുകളിൽ കാണില്ലേ ചേച്ചി? അപ്പോൾ ചേച്ചി പറയുന്നത് അതിനെക്കാട്ടി മുകളിൽ എൻ്റെ ഒരു ഇത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയും വർഷം പഴക്കമുള്ള ഈ ഒരു കാവും കുളവും സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനൊരു പദ്ധതി ഉള്ളിടത്തോളം കാലം ഇത് സംരക്ഷിക്കണം. ഇതൊന്നും നമ്മുടെ ഇത് അന്യാധീനപ്പെട്ടു പോയിക്കൂടാ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടൊരു നിയമസഹായം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുമാരപുരം പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് ഈ ഒരു കാവും കുളവും ഉള്ളത്. സ്ഥലം നമ്മുടെ കവറാട്ട് അമ്പലത്തിൻ്റെ അടുത്തു നിന്ന്
അല്പം വടക്കോട്ട് മാറിയാണ് രജീഷിൻ്റെ വീടിൻ്റെ സമീപം. ഞങ്ങളുടെ കന്നക്കുളം. അവിടെയാണ് ഈ ഒരു കാവും കുളമുള്ളത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. സംരക്ഷിക്കുക എന്നുള്ളത് ബാധ്യത നമ്മുടെ സർക്കാരിൻ്റെയാണ്. ശരിയെന്ന്. അല്ല, ആരും ഇന്നത്തെ സംസാരിച്ച് കേട്ടില്ല, ഞാൻ ചോദിച്ചു. തീർച്ചയായും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നത് ചെയ്യുന്നു. അല്ല, ഇത് ആ ചൂരിൽ വെട്ടി മൊത്തം അവർക്ക് ഇതിപ്പോൾ വെട്ടാനുള്ള കാരണം എന്തായിരുന്നു ചേച്ചി? മൊത്തം കാട് പിടിച്ച് കിടക്കും. അവർക്ക് ഇവിടെ കിടക്കാൻ ഒക്കുന്നില്ല. അത് തന്നെ അതാണ് അതാണ് പ്രശ്നം. മണ്ണാർശാല എന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് ഇവിടെ? ഇല്ല, നമ്മൾ അങ്ങോട്ട് സമൂഹത്തിൽ വിടണ്ടേ? നമുക്ക് ഇതിൻ്റെ ഒന്നും അറിയത്തില്ലല്ലോ. ഇങ്ങനെല്ലാം ഇടുപോയി എനിക്കറിയാൻ ആണോ? ഇല്ല, ഇതൊക്കെ ലോകം അറിഞ്ഞാലല്ലേ ഒക്കത്തുള്ളൂ. ജനങ്ങൾ അറിയുന്നില്ലല്ലോ. ഇതിൻ്റെ അറിയത്തില്ല, ഞാൻ ചോദിച്ചു. പിന്നെ മണ്ണാർശാല ചക്കുളം എല്ലാവരും വിശ്വസിക്കുന്ന എങ്ങനെ? അത് ശരി. മുന്നോട്ട് വന്നു. അത് അണ്ണാ അണ്ണാ ആ കൂന്താലി ഇവിടെ വെച്ചാ. പുറമോട്ട് ഇച്ചിരി പോകുമോ? അല്ല, കൂന്താലി ഇവിടെ വെക്കാൻ പടാ. അത് വെച്ചിട്ട് ഇത് മാത്രമായിട്ട് പൊക്കാൻ. ആ, അത് നേരമല്ലേ. അതല്ല, ഇച്ചിരി പുറമോട്ട് പോകുമോ തടി? അതവിടെ മണ്ണ് കുറച്ചിരിക്കും. മനോജേ, അങ്ങനെ ഇച്ചിരി പുറമോട്ട് പോകും. താഴൊക്കെ വന്നാലും ഇത് വരത്തില്ല. അത് നോക്കണം. ഓക്കെ. വിനീഷ് തോട്ടപ്പള്ളി.